ശ്രീ ടി പി രാമകൃഷ്ണൻ, ഈ ജനയുഗത്തിലെ ലേഖനം താങ്കൾ വായിച്ചിരുന്നോ? ഞാൻ വായിച്ചിട്ടില്ല. പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതമാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം. എന്തുകൊണ്ട് RSS നേതാക്കളെ കണ്ടു എന്നുള്ളതിന് ADGPയും ആഭ്യന്തര വകുപ്പും മറുപടി നൽകണം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. എന്തിന് RSS നേതാക്കളെ കണ്ടു? മനസ്സിലായി. ADGPയുടെ പറയട്ടെ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ സഖാവ് പ്രകാശ് ബാബുവിന്റെ ലേഖനം വായിച്ചിട്ടില്ല. ADGPയായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എന്തിന് കണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളും പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടത്തി കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് എന്റെ നിലപാടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് എന്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞത്. ശ്രീ ടി പി രാമകൃഷ്ണൻ, CPI എനിക്ക് തോന്നുന്നു നിങ്ങൾ ടി പി രാമകൃഷ്ണൻ പറയുന്ന നിലപാടും അതോടൊപ്പം തന്നെ CPI പറയുന്ന നിലപാടും ഒന്നാണ്. പക്ഷേ LDF മുന്നണി യോഗത്തിൽ പോലും കഴിഞ്ഞ തവണ ഈ ആവശ്യം ഉന്നയിച്ചിട്ട് ഇതുവരെ ഒരു വിശദീകരണം തേടിയില്ല ADGPയിൽ നിന്ന്. എന്തിന് കണ്ടു എന്നുള്ളതിന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ലേഖനം എഴുതേണ്ടി വന്നത് എന്ന് പറയുകയാണ് പ്രകാശ് ബാബു. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമല്ലോ. അതാണല്ലോ. ബാക്കി കാര്യം ഗവൺമെന്റാണ് ഇത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടത്. അല്ല, അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഈ മാറ്റി നിർത്താത്തത് എന്തുകൊണ്ടെന്നാണ്. അല്ല, മാറ്റി നിർത്തൽ അയാൾ കുറ്റക്കാരനാണെങ്കിലല്ല, അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. ഗവൺമെന്റ് പരിശോധിച്ച് ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കട്ടെ. അപ്പോഴല്ലേ നമുക്ക് പറയാൻ കഴിയും. കൂടിക്കാഴ്ചയല്ല, എന്തിന് കൂടിക്കാഴ്ച നടത്തി? ആ എന്തിന് എന്നുള്ളതിന് ഉത്തരം കിട്ടാൻ ഇത്രയും കാത്തിരിക്കേണ്ടതുണ്ടോ ശ്രീ ടി പി രാമകൃഷ്ണൻ? അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് പറയട്ടെ. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് അത് വ്യക്തമാക്കേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ വ്യക്തത വരും ഈ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും ദിവസം പിന്നിട്ടല്ലോ, എന്തിന് രണ്ട് നേതാക്കളെ കണ്ടു എന്നതിന് മറുപടി തേടാൻ ഇത്രയും സമയം വേണോ? സ്വാഭാവികമായിട്ടും പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ശക്തമായ നിലപാട് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു സംശയത്തിന്റെ വഴി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയം ഞങ്ങൾക്കല്ല, CPIക്ക് തന്നെ സംശയം ഉണ്ടാവുകയാണ്. നിങ്ങളല്ലേ സംശയങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. അല്ല, ജനയുഗത്തിലെ ലേഖനമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ സംശയമല്ല ശ്രീ ടി പി രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വേറെ വിശദീകരണം അതിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ സംസാരിച്ചതിന്.